ചേട്ടൻ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചിരിക്കാനായിട്ട്? അതാണ് എനിക്ക് എന്ന് വെച്ചാൽ ആങ്കർ ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ന് ചിരിക്കാറുണ്ട്. ചേട്ടൻ ചിരിക്കുന്ന അല്ലല്ല ഇപ്പൊ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ചിരി കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം. ഇതിനങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ചിരിക്കാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ട് എങ്ങനെയായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ പിന്നെ ഇടയ്ക്ക് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കോമഡി ഉത്സവത്തിൽ വന്നപ്പം ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞ് നന്നായിട്ട് ചിരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അത് അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണല്ലോ. അവര് കൊണ്ടുവരുന്ന സാധനം ഇടയ്ക്ക് വെച്ചിട്ടേ ഒരിക്കൽ വിഷ്ണുവും ബിപിനും കൂടി ഒരിക്കൽ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിപിൻ ജോർജും രണ്ടുപേരും നമ്മുടെ ഒരു പരിപാടിയിലെ സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു കഥ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫുള്ള് കേട്ട് തലകുത്തല കിടന്ന് ചിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വന്ന് അവര് വന്നപ്പോ പിഷാരടി വന്നിട്ട് പറഞ്ഞു ആടാ ഒന്ന് പറയടാ കേക്കട്ടെ എന്താണ് ചെയ്യാൻ പോണേ. പിഷാരടി ആദ്യത്തെ സാധനം പറഞ്ഞു. പിഷാരുടെ മൊത്തം വലിയ റിയാക്ഷൻ ഇല്ല. പിഷാരടി അടുത്തത് പറഞ്ഞു. പിഷാരടി ആടാ അത് അങ്ങനെ പറഞ്ഞാലത് ഇറക്കിയോ എന്ന് പറഞ്ഞപ്പോ ഇത് ചെയ്തു. അതെ നിങ്ങൾ എന്താണ് പറയണത്? ആ മുഞ്ചേട്ടൻ തലകുത്തല കിടന്ന് ചിരിക്കുന്നു. അവന്റെ ചിരി കണ്ട സ്റ്റേജിൽ കയറരുത്, അവൻ എല്ലാത്തിനും ചിരിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് അവര് തൽക്കാലം സ്കിറ്റ് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് കഥ. അപ്പൊ മനസ്സിലായി ഏകദേശം കുഞ്ഞു കാര്യത്തിന്. പക്ഷെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിലുള്ളവർക്ക് കുഞ്ഞു കാര്യങ്ങൾക്ക് ചിരിക്കാന്ന് പറയാം. ഭയങ്കര നല്ലൊരു റിയാക്ഷൻ. അതെ നിഷ്കളങ്കത എനിക്ക് ഇത്രയും വർഷത്തെ പരിചയത്തിൽ ഞാൻ കണ്ടിട്ടുള്ള റിയൽ ലൈഫ് ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാ? റിയൽ ലൈഫ് ഭാര്യയാണ് കുറച്ചുകൂടി മോശം എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ റിയൽ ലൈഫ് ഭാര്യ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. റിയൽ ലൈഫിൽ മുഴുവൻ മറ്റേതല്ലേ എന്നെ മറ്റേ താറടിച്ച് കാണിക്കുന്ന ഭാര്യയല്ലേ മുഴുവൻ. സത്യം. മറ്റേത് ഞാൻ സമ്മതിക്കാറില്ല. അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും റിയൽ ലൈഫ് എന്താണെന്നുള്ളത് അടുത്ത് അത് ചെയ്യണം. ശരിക്കുള്ള ലൈഫ് എന്താണെന്നുള്ളത് എല്ലാരും ഒന്ന് കാരണം എല്ലാരും കാണുമ്പോ വിചാരിച്ചിരിക്കണം ഭയങ്കരമായിട്ട് സംസാരിക്കുക, എല്ലാത്തിനും കൗണ്ടർ പറയാ, അങ്ങനെയൊക്കെയാണ്. ഇത്രയും നേരം വന്നിരുന്നിട്ടും ഒരു അക്ഷരം നേരെ ജവാബ് മിണ്ടുന്നില്ല. ഞാൻ പറയും കൗണ്ടറൊക്കെ. പക്ഷെ അതാ പറഞ്ഞ വെളിയിലെ ആൾക്കാർക്ക് പറയില്ലെന്നേ ഉള്ളൂ. അപ്പം ഇനി പ്രേക്ഷകരെ അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂവിന് ഒരു ദിവസം മുന്നേ ഞാൻ ചേച്ചിയായിട്ട് നല്ലപോലെ കമ്പനി ആയിട്ട് അതാ നല്ലത്. അപ്പൊ ഒന്ന് കുറച്ചും കൂടി ഒന്ന് അതെ. ഈ ആങ്കറിങ് അവിടെ കാണുന്ന മിഥുൻ ചേട്ടനും ഈ എന്താ പറയാ റിയൽ ലൈഫിലുള്ള മിഥുൻ ചേട്ടനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാ? ഒരു വ്യത്യാസമില്ല. ചേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആങ്കറിങ്ങും. അത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും കാണിക്കാറൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ്. പ്രിട്ടൻഷ്യസ് അല്ല. എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഈ ആരാധികമാര് ഇങ്ങനെ പൊതിയുന്നത് കൊണ്ടാണോ മിഥുൻ ചേട്ടൻ അധികമായിട്ട് ഇങ്ങനെ കേരളത്തിലോട്ട് വിടാതെ ദുബായിൽ തന്നെ നിർത്തി? എല്ലാ ആഴ്ചയും കേരളത്തിൽ വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. വരാൻ പറ്റുള്ളൂ. അവിടെ ജോലിയുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ടാണ്.